ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത്തവണ സീസണിൽ എത്തിയിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം കളി എന്താണെന്ന് അരച്ച് കലക്കി കുടിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആര്യനാണെങ്കിലും ശരി തന്നെ, റെന ഫാത്തിമ ആണെങ്കിലും ശരി തന്നെ, നമ്മുടെ തക്രാലാണെങ്കിലും ശരി തന്നെ, എല്ലാവർക്കും ഈ ഗെയിമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പ്രേക്ഷകരുടെ അടുത്തേക്ക് എന്ത് തരം കോണ്ടന്റ് ആണ് പോകുന്നത്, ആരാണ് ഈ ഷോയിൽ നന്നായിട്ട് കളിക്കുന്നത്, ഇതൊക്കെ അവരും വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒട്ടും പിടി കൊടുക്കാതെ നിൽക്കുന്ന ഒരാൾ ആര്യനാണ്. ആര്യൻ ഇതുവരെയും ആർക്കും പിടി കൊടുത്തിട്ടില്ല. അവിടെ ഇവിടെയും തൊടാതെ ഈ വരാലിനെ പോലെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര്യന്റെ ഒരു ഗെയിം എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. ആര്യൻ തന്ത്രപരമായിട്ടൊരു കാര്യം ചെയ്തു. അതായത് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയിൽ ആദില, നൂറ അവരിൽ ഒരാളെ പിക്ക് ചെയ്തിട്ട് ആ ആളെ മാത്രമാണ് തനിക്ക് ഓക്കെ അല്ലാതെ തോന്നിയതെന്ന് പറഞ്ഞിട്ട് ആ ഒരാളുടെ മുഖത്ത് മാത്രം ഫേസിൽ ആ ഒരു ഫോം, നമ്മുടെ ഷേവിംഗ് ഫോം തേക്കുന്നതിനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ മാത്രമായിട്ട് തേക്കാൻ പറ്റില്ല, അവർ രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റന്റ് ആണ്, അപ്പോൾ രണ്ടുപേർക്കും തേക്കേണ്ടി വരും. അയ്യോ പാവം. അതായത് നോറയുടെ മുഖത്ത് തേക്കണമെന്ന് നമ്മുടെ ആര്യനില്ല, ആദിലയുടെ മുഖത്ത് തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പക്ഷേ ഇത് പുള്ളി നാച്ചുറലായിട്ട് ഉണ്ടായ കാര്യം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗെയിം ആയിരിക്കാം. അതായത് ഈ ഒരു ജോഡിയായിട്ട് ഒരു കണ്ടസ്റ്റന്റ് അകത്ത് വരുമ്പോൾ അതിൽ ഒരാൾ കാരണം മറ്റൊരാൾക്ക് കൂടി സഫർ ചെയ്യേണ്ടി വരിക. ഇത് മുൻപ് നമ്മൾ പല സീസണുകളിലും പല ഭാഷകളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ആര്യന്റെ ഒരു ഗെയിം ആണോ അതോ അറിയാതെ സംഭവിച്ചു പോയതാണോ എന്നറിയില്ല. എവിടെയും പിടി തരാതെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ എന്ന് പറയുന്നത്. പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരെയും വിളിപ്പിച്ചിട്ട് രണ്ടുപേരുടെയും മുഖത്ത് തേക്കേണ്ടതായിട്ട് വന്നു. അതേ സമയത്ത് ആര്യനെ കുറിച്ച് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ റെന ഫാത്തിമ. എന്നിട്ട് പിന്നീട് ആദിലയുടെ അടുത്ത് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് വളരെ സ്മാർട്ടായിട്ട് കളിക്കാനാണ് ആര്യൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുമുണ്ട്. ഇത് ഇവർക്ക് തോന്നുന്നതാണോ ശരിക്കും അങ്ങനെയാണോ എന്ന് നമുക്ക് പറയാറായിട്ടില്ല. എന്തായാലും എല്ലാവരും പല പല ഗെയിം പ്ലാനുകളുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.